അനുഭവം ഗുരു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഈ വീഡിയോ വിശ്വാസമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതൊന്ന് സോൾവ് ആവണോ, അല്ലെങ്കിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടണോ, അല്ലെങ്കിൽ നല്ലൊരു ജോബ് കിട്ടണോ, അല്ലെങ്കിൽ നല്ലൊരു കല്യാണം വേണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാ പ്രശ്നവും മാറണം, ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വീടുകളും അതുപോലെ തന്നെ ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ അമ്പലങ്ങളിൽ, അതായത് തറവാട് ക്ഷേത്രമായാലും അടുത്തുള്ള ഏത് ക്ഷേത്രമായാലും, ശിവക്ഷേത്രമായാലും ദേവീക്ഷേത്രമായാലും മഹാവിഷ്ണു ക്ഷേത്രമായാലും ഏത് ക്ഷേത്രത്തിലായാലും അരയാലുണ്ടെങ്കിൽ ആ അരയാലിൻ്റെ കുണ്ടക്ക് പോയിട്ട് ചുറ്റണം, വലം വെക്കണം. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 91 ദിവസം ഇത് ചെയ്യണം. ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പാടില്ല. അതും വളരെയധികം ശ്രദ്ധിക്കണം. ഇത് പോകേണ്ടതാണെങ്കിൽ ശരീരവും മനസ്സും അത്രയധികം ശുദ്ധി ഉള്ളവർ മാത്രമായിരിക്കണം ഇങ്ങനെ ചെയ്യേണ്ടത്. രാവിലെ എഴുന്നേൽക്കുക, 7:30 പുലർച്ചയ്ക്ക് എഴുന്നേറ്റിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ കിണറ്റിലെ വെള്ളം, ആദ്യത്തെ വെള്ളം നമ്മൾ വലിച്ചിട്ട്, മോട്ടറല്ല, വലിച്ചിട്ട് വെള്ളം എടുത്തിട്ട് അതിനെക്കൊണ്ട് കുളിച്ചിട്ട് നഗ്നപാദമായിട്ട് വേണം ഈ അമ്പലത്തിലേക്ക് പോകാൻ. അമ്പലത്തിൽ ഭണ്ഡാരത്തിൽ പൈസ ഇടണ്ട, അങ്ങനത്തെ ഒരു പൈസേൻ്റെ പരിപാടിയും വേണ്ട. അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം അരയാൽ ചുറ്റുക. ആദ്യത്തെ ദിവസം 1 പ്രാവശ്യം ചുറ്റുക. അങ്ങനെ രണ്ടാമത്തെ ദിവസം 2, മൂന്നാമത്തെ ദിവസം 3, ഇങ്ങനെ ചുറ്റി 91 ദിവസമാകുമ്പോഴേക്ക് 4186 പ്രാവശ്യമാവും അരയാൽ ചുറ്റുന്ന ആ ഒരു ദിവസം. അപ്പോൾ അപ്പോഴേക്കും നമ്മളുടെ എല്ലാ പ്രശ്നവും സോൾവായിട്ട് വരും. അതുപോലെ തന്നെ അതിന് ശേഷം നല്ല ഒരു ജീവിതം ഉണ്ടാവാനാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. പിന്നെ ഇത് അത്രയും ശുദ്ധിയോടെ ആയിരിക്കണം. കഠിന വ്രതം എടുത്തിട്ടായിരിക്കണം. മാംസം കഴിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, മറ്റ് ശാരീരികമായിട്ട് ഒന്നും പാടില്ല. അങ്ങനെ അത്രയും വ്രതശുദ്ധിയോട് കൂടിയിട്ട് വേണം പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തുന്നവരെ പോയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾക്ക് വേണ്ടിയല്ല ആദ്യം തന്നെ പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ എല്ലാം സമസ്ത അപരാധവും പുറത്ത് സർവ്വദോഷവും തീർത്ത് സർവ്വ ഐശ്വര്യം ചൊരിഞ്ഞ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് വരുത്തണേ. ഒരു ജീവജാലങ്ങൾക്കും മാറാരോഗമോ മാരകരോഗമോ ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും സമ്പൽ സമൃദ്ധിയോടും സന്തോഷത്തോടു കൂടിയും ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണമേ. അതിൻ്റെ കൂടെ എൻ്റെ കുടുംബത്തിലും സർവ്വ ഐശ്വര്യം ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഈ അരയാൽ ചുറ്റാൻ. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ എത്തുന്നവരെയും നമുക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടായിരിക്കണം അവിടെ പോകേണ്ടത്. മറക്കരുത്, നഗ്നപാദമായിട്ട്, ചെരുപ്പിടാൻ പാടില്ല. പിന്നെ ഈ അമ്പലത്തിലെ അരയാൽ ചുറ്റി വീട്ടിലെത്തിയതിന് ശേഷം മാത്രം പച്ചവെള്ളം പോലും കുടിക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും സർവ്വ ഐശ്വര്യം ഉണ്ടാകട്ടെ.